CPM-ന് MM മണി ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ MM മണിയുടെ ചില പ്രസ്താവനകളൊക്കെ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MM മണിയെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു, ഞങ്ങൾ നൽകിയ പണം ഉപയോഗിച്ച് ശാപ്പാട് അടിച്ചിട്ട് പിന്നീട് ഞങ്ങൾക്ക് വോട്ട് കുത്താതെ മറിച്ച് കുത്തിയില്ലേ, നന്ദികേട് കാണിച്ചില്ലേ എന്ന് ചോദിച്ചൊരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ MM മണിയെ മത്സരിപ്പിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ CPM മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹം അതിന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് മത്സരിക്കുന്നതിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അധികാരസ്ഥാനത്തിരിക്കുന്നതിലോ എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ആകെ ഷുഗർ ഉണ്ട്, ഞാനത് പാർട്ടി അറിയിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് എന്നെ മാറ്റിയാടെ മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ സാധിക്കുന്നത്? ഈ പറയുന്ന എല്ലാവർക്കും തന്നെയും ഷുഗറുള്ള ആളുകളാണ്, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ മാറ്റി നിർത്തി എന്നുള്ളത്? എന്തുകൊണ്ടായിരിക്കാം MM മണിയെ പാർട്ടി ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നത്? ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് MM മണിയുടെ പേര് തന്നെയായിരുന്നു. സംസ്ഥാന നേതൃത്വമാണ് ആ പേര് വെട്ടിയിട്ട് പുതിയ പട്ടിക പുറത്തിറക്കുന്നത്. അപ്പൊ ആ പട്ടിക പുറത്തിറക്കുന്ന സമയത്ത് തന്നെയാണ് MM മണിയും അറിയുന്നത് തന്റെ പേര് ആ ലിസ്റ്റിലില്ല, അല്ലെങ്കിൽ പട്ടികയിലില്ല, താൻ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം MM മണിയും അറിയുന്നത് ഇപ്പോഴാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ സാധാരണ ഒരു മുതിർന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആരോഗ്യ പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലൊരു പറയേണ്ട രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം തനിക്കില്ല, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട, കൃത്യമായി നിയമസഭയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കില്ല. ഷുഗർ ആണുള്ളത്. ഷുഗർ ഉള്ളത് അപ്പോൾ തന്നെ MM മണി അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് ഷുഗർ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ തനിക്ക് പകരമായി പേര് വന്നിട്ടുള്ള ജയചന്ദ്രനും ഷുഗർ ഉണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് തന്നെ മാത്രം മാറ്റി നിർത്തുന്നത് എന്നുള്ളത്. പക്ഷെ ഒരാളെ തന്നെ ഇങ്ങനെ ഒരേ അധികാരസ്ഥാനത്ത് ഇരുത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മടുപ്പ് ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകും. അതിനേക്കാൾ ഉപരി എപ്പോഴും അധികാരത്തിൽ തന്നെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നതും ഈ പറയുന്ന നേതാക്കന്മാരുടെ ഒരു വലിയ കുറവ് തന്നെയല്ലേ? തീർച്ചയായും അവർക്ക് അധികാര സ്ഥാനത്തിന്റെ അപ്പുറത്തേക്കും അവർക്ക് അവിടെ സിറ്റിംഗ് MLA അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അടുത്ത മന്ത്രിസ്ഥാനം വരുമ്പോഴത്തേക്കും ഒരു മന്ത്രി പദവി, ഇത് വളരെ ആഗ്രഹിച്ചു തന്നെയാണ് ഓരോ നേതാക്കളും അതിൽ നിൽക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ MM മണിയോട് കാണിച്ചത് വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. പാർട്ടിയുടെ തീരുമാനം തന്നെയാണ്. തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് MM മണി ഒന്ന് അറിയിക്കാമായിരുന്നു. അദ്ദേഹം അടുത്ത MLA സീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രചരണ വേളയിലേക്ക് താൻ തന്നെയാണ് സ്വപ്നം കണ്ട് നടന്നിരിക്കുകയാണ് മത്സരാർത്ഥി എന്ന രീതിയിൽ ആയിരുന്നു MM മണിയുടെ, അല്ലെങ്കിൽ അദ്ദേഹം ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ടായിരുന്നത് MM മണിയുടെ പേര് തന്നെയല്ലേ. പക്ഷെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്നത് പോലെ MM മണിയുടെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാരെയും മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പാർട്ടി പറയാൻ പോകുന്നത് ചിലപ്പോൾ ഒരുപാട് മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം MM മണിയെ മാറ്റി നിർത്തുന്നത്. അതേപോലെ തന്നെ ആവർത്തനപരമായിട്ടുള്ള വീണ്ടും വീണ്ടും മത്സരിക്കുന്ന ഒരു രീതി, അതിന്റെ അപ്പുറത്തേക്കും പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക, അവിടെ നിന്ന് തന്നെ പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരിക, ആ ഒരു നീക്കമായിരിക്കാം. MM മണിയോട് മാത്രമായി പ്രത്യേക ഒരു നിലപാടെടുക്കുന്നതല്ല പാർട്ടി. അതിന്റെ അപ്പുറത്തേക്കും ഒരുപാട് ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയമാകാത്ത KK ശൈലജയുടെ പേര് പറയുന്നുണ്ട്. നിൽക്കുമായിരിക്കാം, പക്ഷെ അതിനൊരു സ്ഥിരീകരണം പാർട്ടി നൽകുന്നില്ല. പാർട്ടി ആകെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ ഉള്ളൂ. ഇവർ നിൽക്കുന്നുണ്ടാകും, ഞങ്ങൾ നിൽക്കുന്നില്ല. ഈ ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്, അതേപോലെ ചിലയിടങ്ങളിൽ പ്രായമുള്ള ആൾക്കാർ നിർത്തുന്നുമുണ്ട്. അപ്പോ ഇരട്ട നിലപാടാണ് എടുക്കുന്നത്. ആ ഒരു സമയത്ത് താൻ തന്നെ ആയിരിക്കാം ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലം. അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ താൻ തന്നെയാണ് നിൽക്കുന്നത് എന്നൊരു സാഹചര്യം അങ്ങനെ ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ അറിയിക്കുകയും അതിനുശേഷം സംസ്ഥാനം, അത് മിക്കവാറും ഉണ്ടാകാൻ പോകുന്നത് ഇതിന് ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിന് ശേഷവും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാലിൽ നിന്ന് വന്നിട്ടുള്ള സർക്കാരിന്റെ തന്നെ വാക്കുകൾ, അപ്പൊ അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വാർത്താ പ്രാധാന്യം ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു മണിയാശാന്റെ ആ ഒരു വാക്കുകളൊക്കെ. അപ്പൊ വീണ്ടും നിൽക്കുകയാണെങ്കിൽ വലിയ ജയസാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും സംസ്ഥാന നേതൃത്വം ആ ഒരു പേര് വെട്ടാനുള്ള ഒരു സാഹചര്യം. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് പകരം മത്സരിക്കാൻ പോകുന്ന ജയചന്ദ്രൻ ആണെങ്കിലും ഇതിനു മുൻപ് പലപ്പോഴും MLA ആയിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ജനപിന്തുണ ഉണ്ടാകുമായിരിക്കാം ജയചന്ദ്രന്. പക്ഷേ മണിയുടെ ഒരു സ്വഭാവം അനുസരിച്ച്, അദ്ദേഹത്തിന്റെ നാവിന്റെ ഗുണമനുസരിച്ച് പാർട്ടിയെ വെട്ടിലാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ വിളിച്ചു പറയാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ഈ പറയുന്ന സിറ്റിംഗും ഇല്ല, അല്ലെങ്കിൽ MLA സീറ്റിംഗ് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ തന്നെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ജയചന്ദ്രൻ എന്നെക്കാട്ടിൽ എന്താണ് കൂടുതലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞു. എനിക്കുള്ള ഷുഗർ അയാൾക്കും ഉണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ജയിക്കും എന്നുള്ളൊരു ഉറപ്പ്, കോൺഫിഡൻസ് എനിക്കുണ്ട്.
പിന്നെ എന്തിനാണ് അയാളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നത് എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ് എം മണി അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അല്ല, CPM-നെ സംബന്ധിച്ച് ആരും തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാർട്ടി അല്ലായിരുന്നു. അങ്ങനെ ഒരാളൊന്നും ചോദിക്കില്ലെങ്കിൽ പോലും നമ്മൾ ഒരു അഭിപ്രായം പോയി ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായി പറയും. പാർട്ടി എന്തോ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും അദ്ദേഹം പറയും എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ അപ്പുറത്തേക്കും വീണ്ടും വന്ന് അത് തിരുത്തി പറയുകയും ചെയ്യും മണിയാശാൻ. അതാണ് മണിയാശാന്റെ ഒരു രീതി. പലപ്പോഴും അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകൾ മാത്രം നമ്മൾ എടുത്താൽ മതി, അതാണ് റിയൽ ആയിട്ട് അദ്ദേഹം പറയുന്ന വാക്ക്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത് പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള കൃത്യമായ വിലക്കുകൾ നേരിട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ സർക്കാരിന് വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പൊതുവെ ഈ പ്രചരണ വേളയിലൊക്കെയാണ് ഇവർക്ക് മൈക്ക് കൂടുതൽ കിട്ടുന്നതും ആ സമയത്താണ് കൂടുതലായിട്ട് പലതും വിളിച്ചു പറയുന്നത്. അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രതിരോധത്തിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ PR ഒക്കെ ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാർട്ടി വീണ്ടും പ്രതിരോധത്തിലാകും. അത് മാത്രമല്ല വലിയ ഈ പറയുന്ന ജയസാധ്യത ഉണ്ടാവില്ല. ജയസാധ്യത ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ മനസ്സിലായ കാര്യമാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ CPM ആണെങ്കിലും സർക്കാർ ആണെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുക്കില്ല. തീർച്ചയായിട്ടും എന്തൊക്കെ തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ അവിടെ നിർത്തിയേനെ, അല്ലെങ്കിൽ എത്ര വലിയ മാരക കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഈ പറയുന്ന അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലമെങ്കിലും നിങ്ങൾക്ക് തന്നേനെ. നിങ്ങൾക്ക് ജയസാധ്യതയുണ്ട്. ആ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത് എം മണി മത്സരിക്കണ്ട എന്നുള്ളത്. പകരക്കാരനായിട്ടുള്ള ജയചന്ദ്രൻ അവിടെ തോറ്റു പോവുകയാണെങ്കിൽ മണിയാശാന്റെ വാക്കുകളിലേക്ക് വീണ്ടും നമുക്ക് പോവേണ്ടി. തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം അതിനൊരു മറുപടി ഉണ്ടാകും. എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ജയചന്ദ്രനെ നിർത്തിയില്ല, എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷെ അത് ഈ ഒരു ഭാഷയിലായിരിക്കില്ല. മണിയാശാന്റെ നാട്ടുശൈലി അദ്ദേഹം കഴിഞ്ഞ പല തവണകളിലായി അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നാട്ടുഭാഷാ ശൈലിയിൽ അദ്ദേഹം എന്തെങ്കിലും സ്വാഭാവികമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്ന് പറയും, അല്ലെങ്കിൽ വേദികളിൽ പറയും. അത് വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാകും. CPM സ്വന്തം കുഴി തോണ്ടിയോ എന്നൊരു സംശയമാണ് ഇപ്പോൾ മണിയാശാനെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായും വരുന്നത്. പ്രധാനമായിട്ടും ഈ മണിയാശാന്റെ ഇടുക്കി എന്ന് പറയുന്നത് കോൺഗ്രസിന് നല്ല രീതിയിൽ ഒരു വേരോട്ടമുള്ള ഒരു മണ്ണാണ്. തദ്ദേശത്തിലാണെങ്കിലും അത്യാവശ്യത്തിൽ ഉപരി സീറ്റുകൾ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷം തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയിലും കോൺഗ്രസിന് വളരെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കിയിലെ പല മണ്ഡലങ്ങളും. ഈ പറയുന്ന ഉടുമ്പൻചോല ആണെങ്കിൽ പോലും അവിടെയും നല്ല ഭൂരിപക്ഷ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മണിയാശാനേക്കാട്ടിലുപരി കുറച്ചും കൂടെ മികച്ച വേറൊരാളെ നിർത്തുക എന്നുള്ളതായിരിക്കാം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഓപ്ഷനിൽ മണിയാശാനെ അറിയിക്കാമായിരുന്നു. ജില്ലാ നേതൃത്വത്തിൽ നിന്നും താൻ തന്നെയാണ് MLA എന്ന് പറഞ്ഞു വെക്കുകയും അതിനുശേഷം പൊതുവെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടത്. അതേപോലെ പട്ടിക പുറത്തിറക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ്. ജില്ലകൾ ശുപാർശ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന ആള് തന്നെ മതി അല്ലെങ്കിൽ സിറ്റിംഗ് MLA തന്നെ മതി എന്നുള്ളത് ജില്ല ശുപാർശ നൽകുകയാണ് ചെയ്യുന്നത്. സംസ്ഥാന നേതൃത്വമാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. അതിനാണല്ലോ ഈ പറയുന്ന കക്ഷി മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നതും. താൻ വേണ്ട അല്ലെങ്കിൽ അവർ വേണ്ട, പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഒരു തീരുമാനം ഉണ്ടാകും തോന്നില്ല. സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നു, അതിന്റെ അപ്പുറത്തേക്കും പാർട്ടി എന്തായാലും മാറില്ല, അല്ലെങ്കിൽ അത് പാർട്ടിയുടെ അന്തിമ തീരുമാനമാണ്. അതിനിപ്പോ എം മണി വന്ന് തനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മത്സര രംഗത്തേക്ക് അദ്ദേഹം ഇനി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. കുറച്ചുനാള് റെസ്റ്റ് എടുക്കട്ടെ, ചിലപ്പോ പ്രതികാരമാകാനും. അല്ല, ഇത് ഒരു പഠിപ്പിക്കലായിരിക്കാം, ഒരു പാഠമായിരിക്കാം. കാരണം അടുത്ത തവണ മത്സരിക്കണമെങ്കിൽ ഇത്തവണ നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ആദ്യ സമയത്ത് മന്ത്രിയായിരുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ കൊലപാതകങ്ങളെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ച് സംസാരിച്ചത്. അതെ, തീർച്ചയായിട്ടും. ഈ അടുത്ത കുറച്ച് ആളുകൾക്ക് മുൻകൂടി അദ്ദേഹം പറഞ്ഞത് എന്റെ സ്വഭാവമാണെങ്കിൽ അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ തീർത്തു കളഞ്ഞേനെ എന്നുള്ളൊരു രീതി ആയിരുന്നു. ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ വളരെ വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു കാര്യം. അതിനുശേഷം പിന്നെ അടുത്ത മന്ത്രിസഭ വന്നപ്പോഴത്തേക്കും MLA ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താതിരുന്നു. ശല്യം അവിടെ എങ്ങാണ് ഇരുന്നോട്ടെ, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത്, അറിയില്ല. പക്ഷെ എം മണിയെ പറ്റിയിട്ട് പാർട്ടി നേതൃത്വങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. മണിയാശാൻ എന്താണ് പ്രശ്നം? കാരണം ഈ തലമൂത്ത് അദ്ദേഹത്തിന്റെ ഭാഷ ആണല്ലോ സ്വാഭാവികമായിട്ടും ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അത്രയും ഉൾഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റേതായ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല, അത്രയും ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ഇടുക്കിയാണ്. ഇടുക്കി പോലെ ജില്ലയിൽ നിന്ന് ഉടുമ്പൻചോല പോലെ ടോക്സ് ആണ് മണിയാശാന്റെ എന്ന് പറയുന്നത്. അത് അത്ര അങ്ങ് ദഹിക്കുന്നതല്ല സർക്കാരിന്. അതുകൊണ്ട് ജനങ്ങൾക്കും ഇത്തവണ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് അത് തന്നെയാണ്. കാരണം അദ്ദേഹം പറയുന്നതാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ സർക്കാരിന് അത് അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരാളെയും ഞങ്ങൾ മത്സര രംഗത്തേക്ക് കൊണ്ടുവരില്ല എന്നുള്ള ഈ ഒരു പ്രധാന തീരുമാനം തന്നെയാണ് സർക്കാരിൻ്റെത്. അതിനിരയാക്കപ്പെട്ടത് ആദ്യം തന്നെ ഇരയാക്കപ്പെട്ടതിൽ മണിയാശാനും ഉൾപ്പെടുന്നു. അതെ.